കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഹായ് ലേണേഴ്സ്, വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 6.0 മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഓഫ് MCS 215 MCA. സോ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ, അതായത് സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. സോ ഈ ഒരു സെഷനിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആയിട്ടുള്ള, അതായത് ടേം ആൻഡ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തിട്ടുള്ള ജൂൺ 2022 ടു ഡിസംബർ 2025 വരെയുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ ഒഫീഷ്യൽ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസും ലേറ്റസ്റ്റ് അസൈൻമെന്റ്സിന്റെയും ഒരു ഓവറോൾ അനാലിസിസ് നടത്തി അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെ പഠിച്ചിട്ടുള്ള ലേണേഴ്സിന് അത് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് ഏത് സബ്ജക്റ്റ് ആണ് ഞാൻ ഓൾറെഡി പഠിച്ചിരിക്കുന്നത്, ഞാൻ പഠിച്ചത് വളരെ കോൺഫിഡന്റ് ആണ് എന്ന് മനസ്സിലാക്കാനും, അതുപോലെ തന്നെ ഇനി പഠിക്കാത്തവർക്ക് ഏത് ടോപ്പിക്കിലാണ് ഫ്രീക്വൻസി കൊടുത്ത് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഐ ഹീൽഡ് പ്രോബബിലിറ്റി കൊടുത്ത് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാനും ഈ ഒരു സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഒരു 2 ഫുൾ മോക്ക് ടെസ്റ്റുകൾ, ഒരു പ്രാക്ടീസ് സെറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു സെഷൻ വരുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സെഷനിൽ എങ്ങനെയാണ് പ്രിപ്പറേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വരുന്ന ഒരു 48 hours അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എത്രത്തോളം നിങ്ങളുടെ ഡേയ്സ് വരുന്നുണ്ട്, അതനുസരിച്ച് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലാണ്. ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അതിനകത്ത് വരുന്ന കീ പോയിന്റ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്, അതിൽ ഏതൊക്കെ പോയിന്റ്സുകൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഐ ഹീൽഡ് മാപ്പിംഗ് സിലബസ്. അതായത് ഓരോ യൂണിറ്റ്സിനകത്തും എത്രത്തോളം ആ യൂണിറ്റിനെ വാല്യൂ കൊടുക്കണം എന്നുള്ള കാര്യം കൂടി നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊരു 3 ടയർ സിസ്റ്റം പോലെയാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ നമ്മുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസിന്റെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു 80% മാർക്സ് ഒക്കെ ഉറപ്പായിട്ടും ഈ ഒരു സെഷനിൽ ഫോക്കസ്ഡ് ആയിട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ വരുന്നുള്ളൂ. ഓക്കെ, എക്സാം പാറ്റേണിൽ വരുമ്പോൾ ഔട്ട് ഓഫ് 50 ആണ് ടോട്ടൽ മാർക്സ് വരുന്നത്. 2 hours ഡ്യൂറേഷൻ ആയിരിക്കും എക്സാം. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ഒരു സബ് പാർട്സ് ആയിട്ട് ഒരു 5 marks ഈച്ച് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഒരു 4 questions ഉണ്ടായിരിക്കും. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ യൂണിറ്റ്സിൽ നിന്നും ബ്ലോക്സിൽ നിന്നും വരുന്ന കോൺസെപ്റ്റ് ആണ്. ബട്ട് മിനിമം ടു മാക്സിമം നോക്കിയാൽ ഒരു 6 to 7 യൂണിറ്റ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനി 2 to 5 ക്വസ്റ്റ്യൻസിൽ വരുന്നത് 10 marks ഈച്ച് ആണ് വരുന്നത്. അത് 2 സബ് പാർട്സ് ആയിട്ടാണ് 5 marks ഈച്ച് ആണ് അതിനകത്ത് വരുന്നത്. ആൻഡ് ഇപ്പം സൈബർ സെക്യൂരിറ്റിയുടെ ഫണ്ടമെന്റൽസ്, അതുപോലെ തന്നെ സൈബർ ലോസിന്റെ പ്രൊവിഷൻസ് ഒക്കെ വരുന്ന ബ്ലോക്ക് 1 ബ്ലോക്ക് 2 റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലാണ് വരുന്നത്, യൂണിറ്റ്സിലാണ് വരുന്നത്. ഓക്കെ, ആൻഡ് എക്സാം പേപ്പർ സ്ട്രക്ചറിനെ പറ്റി പറയുവാണെങ്കിൽ കമ്പൽസറി ഷോർട്ട് ആൻസേഴ്സ് 40% വരും, കേസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് 50% വരും, ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്കൽ 45% ഉണ്ടായിരിക്കും. ഓക്കെ, ഐ ഹീൽഡ് സിലബസ് മാപ്പിംഗ് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്നുള്ളത് നമ്മൾ ഐ ഹീൽഡ് ടയർ സിസ്റ്റത്തിനകത്താണ് പറയുന്നത്. അതുപോലെ തന്നെ ഫ്രീക്വന്റ്ലി അപ്പിയർ ചെയ്ത്, അതായത് ഒരു ഇന്റർവെൽ ടൈമിലൊക്കെ, അതായത് ഒരു ടേം ആൻഡ് എക്സാമിന് ചോദിച്ചു, പിന്നെ ചോദിച്ചിട്ടുണ്ടാവില്ല, ബട്ട് നെക്സ്റ്റ് ടൈം എന്തായാലും ചോദിക്കും.
ബട്ട് മോസ്റ്റ് പ്രോബബ്ലി ഹൈ ഹീൽഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് മീഡിയം ഈൽഡിൽ വരുന്ന ടോപ്പിക്. ആൻഡ് ലോ ഈൽഡ് എന്ന് പറയുന്നത് ഒക്കേഷണലി വരുന്ന ടോപ്പിക്കുകളാണ്. വളരെ ചെറിയ ഷോർട്ട് നോട്ട്സുകൾ, ചെറിയ ചെറിയ 1 by സെന്റൻസിലൊക്കെ വരുന്നതൊക്കെയാണ് ലോ ഈൽഡിൽ വരുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു ദ ഹൈ ഹീൽഡ് പ്രോബബിലിറ്റിയിലും അതുപോലെ മീഡിയം ഈൽഡിലും ലോ ഈൽഡിലും വരുന്ന ടോപ്പിക്സ് ഏതായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 and 2 and 3 എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അത് മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് 7 to 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ലാസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് യൂണിറ്റ് 4 ഒക്കേഷണലി ചോദിച്ചിട്ട് ഇന്റർവെൽ പോലെ, അതായത് ചിലപ്പോൾ ചോദിക്കാം ചോദിക്കാതിരിക്കാം ആ ഒരു രീതിയിലാണ്. ബട്ട് 6 times ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. യൂണിറ്റ് 5 വന്നാൽ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൈബർ ക്രൈം എന്ന് പറയുന്നത്. ജൂൺ 2025 റീസെന്റ് ചോദിച്ചത്. 7 times ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. Then യൂണിറ്റ് 6 IPR ഇഷ്യൂസ് ഇൻ സൈബർ സ്പേസ്. അത് മീഡിയം ഈൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ബട്ട് യു ഹാവ് ടു ഗോ ത്രൂ ദിസ് യൂണിറ്റ്. ഓക്കെ, ആൻഡ് ഇതൊരു ഹീറ്റ് മാപ്പ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ഫ്രീക്വൻസി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കിയതിന് ഒരു ഹീറ്റ് മാപ്പ് രീതിയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് 1, 2, 3, 5 കൂടുതലും ഫോക്കസ് കൊടുക്കേണ്ടത്. ദെൻ അതിനുശേഷം നമ്മൾ മറ്റ് ചാപ്റ്റേഴ്സിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടുന്ന ഒരു രീതിയിലായിരിക്കണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ നോക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി ചോദിച്ചിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ഒന്ന് സെക്യൂരിറ്റി ഇഷ്യൂസ് ഓർ ബ്രീച്ചസ് ഇൻ സൈബർ സ്പേസ് ആണ്. ആൻഡ് ക്രിപ്റ്റോഗ്രഫി ടെക്നിക്സുകൾ, സൈഫേഴ്സ്, എൻക്രിപ്ഷൻ, DS, RSA പോലെയുള്ളത് ചോദിക്കുന്നുണ്ട്. ആൻഡ് IT ആക്ട് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് IPR, ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ആൻഡ് റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസ് UNCITRAL വരുന്ന ആ ഒരു രീതിയിലുള്ള ടോപ്പിക് വന്നിട്ടുണ്ട്. സൈബർ ഫോറൻസിക്സ് ടോപ്പിക്കിൽ നിന്നും വന്നിട്ടുണ്ട്. സെക്യൂരിറ്റി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൽ നിന്നും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, എക്സാം ടോപ്പിക്സ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിലോട്ട് കിടക്കാം. ആസ് യു ഓൾറെഡി നോ ദാറ്റ് സെക്യൂരിറ്റി ആൻഡ് സൈബർ ലോസിനകത്ത് കൂടുതലും ചോദിക്കുന്നത് ഒരു ത്രൂ ഔട്ട് പറയുവാണെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിനകത്ത് ഇൻഫോർമേഷൻ സെക്യൂരിറ്റി കോൺസെപ്റ്റ് ഉണ്ടാവും. സൈബർ ത്രെഡ്സ് ആൻഡ് മാൽവെയറിനെ പറ്റി പഠിക്കാം. പിന്നെ CIA ട്രയാഡ് അല്ലെ, ഒരു 3 പില്ലേഴ്സിനെ പറ്റിയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ക്രിപ്റ്റോഗ്രഫിനെ പറ്റി പറയുന്നുണ്ട്, ഡിജിറ്റൽ സിഗ്നേച്ചറിനെ പറ്റി പറയുന്നുണ്ട്, ആൻഡ് ഹാഷ് ഫങ്ഷൻസിനെ പറ്റി പറയുന്നുണ്ട്, ഓതന്റിക്കേഷൻ ആൻഡ് ഓതറൈസേഷനെ പറ്റി പറയുന്നുണ്ട്, ആൻഡ് സൈബർ ക്രൈംസ് ആൻഡ് ദർ ടൈപ്സ്, പിന്നെ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട്, ഗവേണൻസ്, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, അങ്ങനെ പറയുന്ന ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഈ ഒരു സബ്ജക്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ക്രിപ്റ്റോഗ്രഫി മെക്കാനിസംസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് 4 മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ടൈപ്സ് ഓഫ് സൈഫേഴ്സ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ട്രാൻസ്പോസിഷൻസ് വിത്ത് എക്സാമ്പിൾ. അപ്പോൾ സൈഫർ ടെക്സ്റ്റ് എന്താണ് എന്നുള്ളത് പറയുക, ആൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ സൈഫർ എന്താണെന്നുള്ളത് പറയുക, ട്രാൻസ്പോസിഷൻ സൈഫർ എന്താണെന്ന് പറയാം, ഒരു എക്സാമ്പിൾ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്താൽ മതി. ആൻഡ് അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും അതിനകത്ത് ഉൾപ്പെടുത്താം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എൻക്രിപ്ഷൻ? ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ സിമെട്രിക് കീ ആൻഡ് പബ്ലിക് കീ എൻക്രിപ്ഷൻ സ്കീം. എൻക്രിപ്ഷൻ എന്താണെന്ന് അറിയാലോ, പ്ലെയിൻ ടെക്സ്റ്റിനെ നമ്മൾ സൈഫർ ടെക്സ്റ്റിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സോ അതിനകത്ത് യൂസ് ചെയ്യുന്ന സ്കീമുകളാണ് സിമെട്രിക്കും പബ്ലിക് കീ എൻക്രിപ്ഷനും. സോ അത് എന്താണെന്നുള്ളതും അതിന്റെ ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയേണ്ടത്. സിമെട്രിക് കീ എന്ന് പറയുമ്പോൾ സെയിം കീ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന കുറെ അൽഗരിതംസ് വരുന്നുണ്ട്, ടെക്നിക്സുകൾ വരുന്നുണ്ട്. പബ്ലിക് കീ ആണെങ്കിൽ 2 കീസ് യൂസ് ചെയ്യുന്നതാണ്. അതിൽ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ RSA, ECC പോലെയുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് മെൻഷൻ ചെയ്യാം. അതിന്റെ ഡിഫറൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ 5 കീ ഫംഗ്ഷൻ ഓഫ് ക്രിപ്റ്റോഗ്രഫി. 5 കീസ് ഫങ്ഷൻസ് ഓഫ് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്നത് ഏതാണ്? കോൺഫിഡൻഷ്യാലിറ്റി, ഇന്റഗ്രിറ്റി, ഒതന്റിസിറ്റി, ഓതറൈസേഷൻ, അതുപോലെ നോൺ റെപ്യൂഡിയേഷൻ, അങ്ങനെയൊക്കെ വരുന്നതാണ് അല്ലെ. സോ അത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് എക്സ്പ്ലെയിൻ ഡിജിറ്റൽ സിഗ്നേച്ചർ ആൻഡ് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ്. ഡിജിറ്റൽ സിഗ്നേച്ചർ എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് കീ മെത്തേഡ് ആണ് അല്ലെ. ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സർട്ടിഫിക്കറ്റ് ഓതറിന്റെ ഒരു ബേസിലാണ് ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത്. സോ അത് വെച്ചിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. നെക്സ്റ്റ് വരുന്നത് ടോപ്പിക് റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസ്.
ആ ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ്. വാട്ട് ഈസ് ദ നീഡ് ഫോർ റെഗുലേഷൻ ഓഫ് സൈബർ സ്പേസ്, എക്സ്പ്ലെയിൻ. അപ്പോൾ സൈബർ സ്പേസ് എന്താണ് എന്നുള്ളത് ആദ്യം പറയണം. ആൻഡ് അതിന്റെ അതിന്റെ നീഡ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു ക്രൈം, പ്രൈവസി, കൊമേഴ്സ്, അതിനകത്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടത്. ദെൻ എക്സ്പ്ലെയിൻ ദ UNCTRL മോഡൽ ലോ ഓൺ ഇലക്ട്രോണിക് കൊമേഴ്സ്. സോ അതെന്താണ്? യൂണിഫൈഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ ആണ് പറയുന്നത് അല്ലെ. അപ്പോൾ അതൊരു ഇലക്ട്രോണിക് ഇ കൊമേഴ്സിലെ എങ്ങനെയാണ് ഈ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലായിരിക്കണം ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഡിസ്കസ് ഫിൽട്ടറിംഗ് ഡിവൈസസ് ആൻഡ് റേറ്റിംഗ് സിസ്റ്റംസ് ഫോർ ഇന്റർനെറ്റ് കണ്ടന്റ് റെഗുലേഷൻ. ഫിൽട്ടറിംഗ് ഡിവൈസസ് എന്താണ്, ടൈപ്സ് എന്താണ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, റേറ്റിംഗ് സിസ്റ്റംസ്, അതുപോലെ അതിന്റെ ടൈപ്സുകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് എഴുതാനായിട്ട് പറ്റും. ഗീവ് ആൻ ഓവർവ്യൂ ഓഫ് സൈബർ സ്പേസ് റെഗുലേഷൻ ഇൻ ഇന്ത്യ ആൻഡ് ഗ്ലോബലി. US, EU ആൻഡ് UK ബേസ്ഡ് ആയിട്ടുള്ള സൈബർ സ്പേസ് റെഗുലേഷൻസ് ഏതൊക്കെയാണ്, അവരുടെ റൂൾസ് റെഗുലേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ എക്സ്പ്ലനേഷൻ കൊടുക്കണം. നമ്മൾ കൊടുക്കുന്നതിൽ അവര് ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ്. സൈബർ സെക്യൂരിറ്റി ഇഷ്യൂസ് ബേസ് ചെയ്തിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് അതിന്റെ ചാലഞ്ചസ് നമ്മൾ ഇതിനകത്ത് പറയേണ്ടതുണ്ട്. എക്സ്പ്ലെയിൻ സെക്യൂരിറ്റി ഇഷ്യൂസ് ഓർ ബ്രീച്ചസ് ഇൻ സൈബർ സ്പേസ്. സോ സൈബർ സ്പേസ് എന്താണെന്ന് പറയാം, അതിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂസ്. സെക്യൂരിറ്റി ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അതിന്റെ എഫക്ട്സ്, അതുപോലെ തന്നെ അതിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഇഷ്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയാം. വാട്ട് ആർ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി. ഡിജിറ്റൽ സെക്യൂരിറ്റിയുടെ പ്രോസ് ആൻഡ് കോൺസും 3 പില്ലേഴ്സ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. 3 പില്ലേഴ്സ് CIA ആണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പിന്നെ പ്രോസ് ആൻഡ് കോൺസ് അറിയാവുന്ന പോലെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹൗ ക്യാൻ ടെക്നോളജി പ്രൊവൈഡ് ആൻസേഴ്സ് ടു വേരിയസ് സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ്. സൈബർ സെക്യൂരിറ്റി ത്രെഡ്സിനകത്ത് നമുക്ക് ഒരുപാട് ടെക്നോളജീസ് ഒക്കെ യൂസ് ചെയ്യാം അല്ലെ. ഫയർവാൾ, ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ ടെക്നോളജിനെ പറ്റിയിട്ടാണ് ഇവിടെ ഡിഫൈൻ ചെയ്യേണ്ടത്. ഡിസ്കസ് ദ ലീഗൽ പ്രൊവിഷൻസ് IT Act 2000 ഗവേണിംഗ് സൈബർ സെക്യൂരിറ്റി ത്രെഡ്സ്. സോ ലീഗൽ പ്രൊവിഷൻസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലീഗൽ പ്രൊവിഷൻസും എന്തായാലും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. വളരെ ചുരുക്കം രീതിയിലായിരിക്കണം അത് പഠിക്കേണ്ടത്. ഓക്കെ, വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. നെക്സ്റ്റ് സൈബർ ക്രൈംസ് ആണ്. സൈബർ ക്രൈംസിൽ പറയുന്നത് വാട്ട് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് സൈബർ ക്രൈംസ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ സൈബർ ക്രൈം ആൻഡ് ട്രഡീഷണൽ സൈബർ ക്രൈം. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ സൈബർ ക്രൈമിനകത്ത് അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഏതാണ്, അതിന്റെ ഡിഫറൻസ്, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ട്രഡീഷണൽ ക്രൈമിൽ നിന്നും സൈബർ ക്രൈം എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, and discuss the penalties and compensation under section 43 of the IT Act 2000. So IT Act 2000-നകത്ത് സെഷൻ 43-ൽ വരുന്ന പെനാൽറ്റീസും കോമ്പൻസേഷനും ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2-3 ക്വസ്റ്റ്യൻ നമ്മളിവിടെ കണ്ടിരുന്നു IT Act-ല്. സോ എന്തായാലും ആ ടോപ്പിക്ക് നമുക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എക്സ്പ്ലെയിൻ ലയബിലിറ്റി ഓഫ് നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സ്. നെറ്റ്വർക്ക് സർവീസ് പ്രൊവൈഡേഴ്സിന്റെ ലയബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഡയറക്റ്റ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒക്കേഷണലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സൈബർ ഫോറൻസിക്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ ആൻഡ് ഡിസ്കസ് ഇൻവെസ്റ്റിഗേഷൻ ടൂൾസ്. സൈബർ ഫോറൻസിക്സ് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ്, അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടൂൾസ്, ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടൂൾസുകൾ ഏതാണെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യണം. ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് CIA ട്രയാഡ് എന്ന് പറയുന്നത്. ഡാറ്റ സെക്യൂരിറ്റിയിലെ ഒരു 3 പില്ലേഴ്സ് ആണ്. സോ CIA ട്രയാഡ് എന്താണ് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യണം. അതിന്റെ മെത്തേഡ്, അതിന്റെ എക്സാമ്പിൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതേണ്ടതുണ്ട്. ഡിസ്കസ് ദ 6 പ്രിൻസിപ്പിൾസ് ഓഫ് സെക്യൂരിറ്റി മാനേജ്മെന്റ്. 6 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്നുള്ളത്, അതായത് സെക്യൂരിറ്റിക്ക് വേണ്ടി ഇപ്പം സ്ട്രോങ്, അതുപോലെ തന്നെ എൻക്രിപ്ഷൻ, സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുക, ഫയർവാള്, ബാക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്നത് ഡിസ്കസ് വേരിയസ് ഡാറ്റ സെക്യൂരിറ്റി മെഷേഴ്സ് ആൻഡ് സൊല്യൂഷൻസ്.
ഇപ്പം ഡാറ്റ സെക്യൂരിറ്റി മെഷേഴ്സ് എന്താണ്, അതിന്റെ സൊല്യൂഷൻസ്, നമുക്ക് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റി മെഷേഴ്സ് ഉണ്ട്. അതിൽ എങ്ങനെയാണ് നമ്മൾ സൊല്യൂഷൻ കാണുക, ഈ ഒരു മെഷർ, ഈ ഒരു പ്രശ്നത്തിന് എങ്ങനെയാണ് സൊല്യൂഷൻ കാണുക എന്നുള്ളത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് എഴുതാം. എക്സ്പ്ലെയിൻ സെക്യൂരിറ്റി പോളിസി ആൻഡ് സെക്യൂരിറ്റി ഓഡിറ്റ്, ഹൗ ടു ബാലൻസ് സെക്യൂരിറ്റി ആൻഡ് യൂസർ കൺവീനിയൻസ്. സെക്യൂരിറ്റി പോളിസിയും സെക്യൂരിറ്റി ഓഡിറ്റിന്റെ രണ്ട് രീതിയിലുള്ള കോൺസെപ്റ്റ് ആണ്. സോ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോൾ പോയിന്റ് ബൈ പോയിന്റും സബ് ടോപ്പിക്സും ആയിട്ടായിരിക്കണം അത് ഇൻവോൾവ് ചെയ്യേണ്ടത്. ഇപ്പം സെക്യൂരിറ്റി പോളിസിയിൽ അതിന്റെ ഒബ്ജക്റ്റീവ്സ് കൊടുക്കാം, അതിന്റെ കമ്പോണൻസ് കൊടുക്കാം, പിന്നെ ബാലൻസിങ് സെക്യൂരിറ്റീസ്, പിന്നെ യൂസർ കൺവീനിയൻസ്, അതിന്റെയൊക്കെ ഒരു ഒബ്ജക്റ്റീവ്സ് എന്താണ്, ആ ഒരു കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നത് IPR ഇഷ്യൂസ് ഇൻ സൈബർ സെക്യൂർ സ്പേസ് ആണ്. അതായത് നമ്മുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്, കോപ്പി റൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്സ്. അപ്പോൾ അത് എഴുതുമ്പോൾ എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് ഈ പർട്ടിക്കുലർ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പബ്ലിക്കിലേക്ക് പോകുമ്പോൾ അത് ഇമ്പോർട്ടന്റ് ആവുക എന്നുള്ള കാര്യമാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഇപ്പോൾ കോപ്പി റൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ ആ ഓരോ പ്രൊഡക്ട്സിനും അല്ലെങ്കിൽ ഒരു പേഴ്സണലി പേറ്റന്റ് കിട്ടുമ്പോൾ അവർക്ക് എത്രത്തോളം അതിനകത്ത് വാല്യൂ ഉണ്ട്, അതെങ്ങനെയാണ് പബ്ലിക്കിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്കസ് ഇഷ്യൂസ് ഓഫ് ലിങ്കിങ്, ഇൻലൈനിങ് ആൻഡ് ഫ്രെയിമിംഗ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് IPR. IPRന്റെ കമ്പോണൻസിൽ വരുന്ന ഇഷ്യൂസ് ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. then explain domain name disputes and cyber squatting. Cyber squatting എന്താണ്, അതുപോലെ തന്നെ domain name disputes എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണ്, അതിന്റെ മെത്തേഡ്സ്, കാര്യങ്ങൾ, അതിന്റെ ഒരു പർട്ടിക്കുലർ പ്രോസസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ഡിസ്കസ് റെമഡീസ് അവൈലബിൾ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് റൈറ്റ്സ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെമഡീസ് ഏതൊക്കെയാണ് കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് അല്ല, ആ പോയിന്റ്സിന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വേണം എഴുതാനായിട്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ്സ് നോക്കാം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെയും SLMന്റെയും അതുപോലെ അസൈൻമെന്റ്സിന്റെയും ബേസിലാണ് ഈ ഒരു പ്രാക്ടീസ് സെറ്റ്സ് നമ്മൾ ചെയ്യുന്നത്. സോ നിങ്ങൾക്കൊരു ഫുൾ മോക്ക് പേപ്പർ പോലെയാണ്. നിങ്ങൾ ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ളത് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് ഇൻ ബ്രീഫ്, പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഡിജിറ്റൽ സെക്യൂരിറ്റി. 5 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഷോർട്ട് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാം. ഇൻട്രൊഡക്ഷൻ ആദ്യം പറയുക, അതിന് ബോഡി പാർട്ട് കൊടുക്കുക, അതിനുശേഷം കൺക്ലൂഷൻ പറയാം. ദെൻ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ടൈപ്സ് ഓഫ് സൈഫേഴ്സ് വിത്ത് എക്സാമ്പിൾ. പിന്നെ ചോദിച്ചിരിക്കുന്നത് CIA ട്രിയാഡിൻ ഡാറ്റ സെക്യൂരിറ്റി, പിന്നെ UNCITRAL മോഡൽ ലോ 1996. ഇതെല്ലാം വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആണ്. സോ ആ രീതിയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ അപ്പിയർ ചെയ്യാം. ഡിസ്കസ് ദ വേരിയസ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഓഫ് ബ്രീച്ചസ് ഇൻ സൈബർ സ്പേസ്, വാട്ട് ടെക്നോളജി സൊല്യൂഷൻസ് ക്യാൻ ബി യൂസ്ഡ് ടു കൗണ്ടർ ദം. നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. What is encryption? Distinguish between symmetric and public key encryption with their advantages and disadvantages. Example സഹിതം വേണം ഇത് എഴുതാനായിട്ട്. Discuss the penalties and compensation under Section 43 of the Information Technology Act 2000. So, IT Act 2000 വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ചോദിച്ചിരിക്കുന്നത് സെഷൻ 43 ആണ്. ഓക്കെ, പിന്നെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സൈബർ ഫോറൻസിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് സൈബർ ഫോറൻസിക്സ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. പിന്നെ വരുന്നത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഇൻ ഡിജിറ്റൽ മീഡിയം. കോപ്പിറൈറ്റ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന്റെ ഒരു ഭാഗമായിട്ട് വന്നിരുന്നതാണ് കോപ്പിറൈറ്റ്. അപ്പോൾ അതിന്റെ ഇഷ്യൂസ് എങ്ങനെയാണെന്നുള്ളത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതാം. 5 മാർക്സ് ഈച്ച് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സെഷൻ ബിയിൽ ചോദിച്ചിരിക്കുന്നത് 20 മാർക്സ് ഈച്ച് ആണ്. എക്സ്പ്ലെയിൻ 5 കീ ഫങ്ഷൻസ് ഓഫ് ക്രിപ്റ്റോഗ്രഫി. Discuss any 5 common security issues in cyberspace. What is steganography? Give 2 examples. Explain the liability for framing with the help of case laws. ഡയറക്ട്ലി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എഴുതുമ്പം തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, എക്സാമ്പിൾ, അതിന്റെ കമ്പോണൻസ്, അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, ആ ഒരു രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. മാക്സിമം പോയിന്റ്സ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് മെയിൻ സ്ട്രാറ്റജി. Write notes on intrusion detection system, 6 principles of security management. So, security management in the 6 principles ഏതാണ്? CIA triad വരും, അതുകൂടാതെ authorization, authentication, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. What are the needs of regulating the cyberspace? Explain the role of filtering devices and rating systems. സൈബർ സ്പേസിന്റെ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിസ്കസ് ദി പ്രൊവിഷൻ ഓഫ് ദി ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ടു റെഗുലേറ്റ് സൈബർ സ്പേസ് കവറിംഗ് ഇലക്ട്രോണിക് സിഗ്നേച്ചർ, ഇലക്ട്രോണിക് ഗവേണൻസ്, പെനാലിറ്റീസ് ആൻഡ് ഒഫൻസ്. സോ IT ആക്ട് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചറിന്റെ ഇമ്പോർട്ടന്റ് എന്താണ്? ഇലക്ട്രോണിക്
സർട്ടിഫിക്കറ്റിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണ്, അതുപോലെ ഈ ഗവേണൻസിന്റെ ഇമ്പോർട്ടൻറ്റ് എന്താണ്, പെനാലിറ്റീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ഇതിനകത്ത്. സോ അതും IT ആക്ട് എന്താണെന്നുള്ളതും ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് IT ആക്ട് നിങ്ങൾക്ക് ഇതിനകത്ത് സെഷൻ വൈസ് ഉൾപ്പെടുത്താം. ഫോർ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ പെനാലിറ്റി വരും എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് പറ്റും. പിന്നെ വരുന്നതാണ് ഡിസ്ക്രൈബ് in brief 5 forms of intellectual property. Explain if domain name disputes and the legal remedies available. Intellectual property topics ആണ് കോപ്പിറൈറ്റും പേറ്റന്റും ട്രേഡ് മാർക്സും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു പർട്ടിക്കുലർ മോക്ക് ടെസ്റ്റ് നിങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം ഇവിടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ എക്സാം എഴുതുന്ന സമയത്ത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 500 to 600 വേർഡ്സ് വരെ വരാം. അതായത് ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി പാർട്ട് വേണം, കൺക്ലൂഷൻ പാർട്ട് വേണം. സോ ആ ഒരു രീതിയിൽ സബായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഇനി തിയറി ബേസ്ഡ് ആയിട്ടുള്ള ആൻസർ ചെയ്യുമ്പോൾ അതിനകത്ത് അത് ആരാണ്, അതെങ്ങനെയാണ്, അതെപ്പോഴാണ്, ആ ഒരു രീതിയിൽ ചെയ്യാം. പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് അതിനകത്ത് ഉൾപ്പെടുത്താം. ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ കൊടുത്താൽ എന്തെങ്കിലും റിലേറ്റഡ് തിയറീസോ അല്ലെങ്കിൽ മോഡേൺ പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിനകത്ത് ഉൾപ്പെടുത്താം. ഇനി ഡിസ്കസ് ചെയ്യുമ്പോൾ ബാലൻസ്ഡ് അനാലിസിസ് അല്ലെങ്കിൽ ഡിഫറെന്റ് മൾട്ടിപ്പിൾ പെർസ്പെക്ടീവ്സ്, പ്രോസ് ആൻഡ് കോൺസ്, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഡിസ്കസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ പറയാം. ഓക്കെ, എക്സ്പ്ലെയിൻ എന്ന് ചോദിക്കുമ്പോൾ കുറച്ചുകൂടെ ഡെപ്ത് ആൻഡ് ക്ലാരിറ്റിയോട് കൂടി വേണം കൊടുക്കാൻ. ഓരോ കമ്പോണൻസിനെയും ബ്രേക്ക് ചെയ്ത് അതെങ്ങനെയാണ് ഇന്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യമായിരിക്കണം എക്സ്പ്ലെയിൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യുമ്പോൾ 5 minutes എല്ലാ ക്വസ്റ്റ്യൻസും ഒക്കെ കെയർഫുള്ളി റീഡ് ചെയ്യുക. ക്വസ്റ്റ്യന്റെ നമ്പേഴ്സ് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ക്ലാരിഫൈ ചെയ്യുക. വരുന്ന 30 minutes നമ്മൾ ഇൻട്രൊഡക്ടറി കൺക്ലൂഷൻ ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. അതിനുശേഷം 6 minutes ഒരു ക്ലാരിറ്റി വരുത്താം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ അവേഴ്സ് ആണ്, എക്സാം ടൈം അവേഴ്സ് ആണ്. ഞാനൊരു ബേസിക് ഒരു ഐഡിയ പറയുന്നതാണ്. ആൻഡ് പിന്നെ ഒരു റിവ്യൂ നടത്തുക. എല്ലാ ആൻസേഴ്സും ഓക്കെ ആയിട്ടാണോ, എന്തെങ്കിലും ചെറിയ കറക്ഷൻസ് നമ്മൾ ഒരിക്കലും റീറൈറ്റ് ചെയ്യാൻ നോക്കരുത്, ഒരുപാട് വെട്ടിക്കളയാനുള്ളതും നോക്കരുത്. ജസ്റ്റ് ഒരു വെട്ടല് ആ ഒരു രീതിയിലേ വരത്തുള്ളൂ. സ്മോൾ കറക്ഷൻസ് മാത്രമാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ട് വരാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾക്കിപ്പോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിന്റെ ബുക്കിലെറ്റ് പ്രാക്ടീസ് സെറ്റ്സുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് നിങ്ങൾക്ക് ഫുള്ളി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആൻസർ ടൂൾ കിറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേൺ വൈസ് എൻറോൾ ചെയ്യുക. നിങ്ങൾക്ക് ഒന്നെങ്കിൽ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാം ബൈ ത്രൂ ദിസ് നമ്പർ. സോ അതിൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത ആൻസർ കറക്റ്റ് ആണോ എന്നുള്ളത് അറിയാൻ വളരെയധികം നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ബുക്ക്ലെറ്റും കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ആവും. ഓക്കെ, അതിനകത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് സെറ്റ് എയും പ്രാക്ടീസ് സെറ്റ് ബിയും ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് അതിനകത്ത് അവൈലബിൾ ആണ്. ഡീറ്റെയിൽഡ് ആൻസർ ബ്ലൂ പ്രിന്റ്സ് അവൈലബിൾ ആണ്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻ ടാക്സ്, ലേറ്റസ്റ്റ് സെഷൻസ്, എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. വെൻഡേഴ്സിന്റെ സപ്പോർട്ട് അവൈലബിൾ ആണ്. ആൻഡ് ലേൺ വൈസിന്റെ അഡ്വാൻസ് ലേണിംഗ് എക്കോസിസ്റ്റം ഈ ഒരു സെഷനിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോൾ ചെയ്യോ വാട്സപ്പ് ചെയ്യോ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ട നോട്ട്സ്, കാര്യങ്ങൾ, മെറ്റീരിയൽസ്, അങ്ങനെയുള്ള എല്ലാ മോക്ക് ടെസ്റ്റുകൾ, അതുപോലെ തന്നെ റിവിഷൻ ടോപ്പിക്കുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും തന്നെ ലേൺ വൈസ് എൻറോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. സോ എനിവേ, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ടേം ആൻഡ് എക്സാമിനേഷൻ. നല്ല കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാം. ആൻഡ് ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ഈ ഒരു സെഷൻ കംപ്ലീറ്റ്ലി നോട്ട് ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺ വോയ്സിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.